സോ ഇതാണ് ടിം കുക്ക് ലോഞ്ചിന് മുന്നേ തന്നെ നമുക്ക് അയച്ചു തന്ന ഐഫോൺ 16 സീരീസിന്റെ ഐഫോൺ 16, 16 പ്ലസ്, 16 പ്രോ ആൻഡ് 16 പ്രോ മാക്സ് എന്ന് ഞാൻ പറയുന്നില്ല. ഈ 4 ഫോൺസും ബേസിക്കലി ഞാനിങ്ങ് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് വരാൻ പോകുന്ന ഐഫോൺ 16 സീരീസ് ഫോൺസിന്റെ ഡമ്മീസ് ആണ്. ഞാൻ ഇതുപോലുള്ളൊരു വീഡിയോ ഐഫോൺ 15 സീരീസിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്ത ഭൂരിഭാഗം ലീക്സ് ആൻഡ് റൂമേഴ്സ്, ഫോർ എക്സാമ്പിൾ ആക്ഷൻ ബട്ടൺ ആണെങ്കിലും നോൺ പ്രോ വേരിയൻസിൽ വന്ന ഡൈനാമിക് ഐലൻഡ് ആണെങ്കിലും എല്ലാം കറക്റ്റ് ആയിരുന്നു. സോ ഈ വീഡിയോയിൽ ഇന്നേ വരെ വന്നിട്ടുള്ള എല്ലാം ഐഫോൺ 16 സീരീസ് ലീക്സ് ആൻഡ് റൂമേഴ്സ് ഞാൻ ഷെയർ ചെയ്യാൻ പോവുകയാണ്. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. നോൺ പ്രോ വേരിയൻസ് ആയ 16ഉം 16 പ്ലസിന്റെ ഡിസൈനിൽ അടിമുടി മാറ്റം വരാൻ പോവുകയാണ്. അതായത് ഇങ്ങനെയുള്ള ഒരു ക്യാമറ മോഡ്യൂൾ ഇത്തവണ മാറ്റി സ്ട്രെയിറ്റ് ആക്കിയിട്ടുണ്ട്. എന്താ ചിരിക്കുന്നത്? ഒരു ഐഫോൺ യൂസറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാറ്റം ഒരു വലിയ മാറ്റം തന്നെയാണ്. ഓക്കെ, സോ ഈ ഒരു മാറ്റത്തിന് പുറകിൽ ഒരു ടെക്നിക്കൽ കാരണമുണ്ട്. അതാണ് സ്പേഷ്യൽ വീഡിയോ. സോ നിങ്ങൾ കണ്ടു കാണും, ആപ്പിളിന്റെ വിഷൻ പ്രോയിൽ നമുക്ക് ഈ 3D വീഡിയോസ് അല്ലെങ്കിൽ സ്പേഷ്യൽ വീഡിയോസ് കാണാൻ പറ്റും. ഈവൻ ഷൂട്ടും ചെയ്യാം. ഐഫോൺസ് വെച്ചത് ഷൂട്ട് ചെയ്യണമെങ്കിൽ 2 ക്യാമറകൾ, അതായത് മെയിൻ ക്യാമറ ആൻഡ് അൾട്രാവൈഡ് ക്യാമറ ഒന്നിന്റെ മേളം ഒന്നായിട്ട് വെർട്ടിക്കലി വരണം. പ്രോ സീരീസിലുള്ള ക്യാമറ മോഡൽ കണ്ടിട്ടില്ല, മെയിൻ ക്യാമറ അൾട്രാവൈഡ് ഒറ്റ ലൈനിലാണ്, സൈഡിലിരിക്കുന്നതാണ് ടെലിഫോട്ടോ ക്യാമറ. എന്ന് വെച്ചാൽ ഐഫോൺ 16 സീരീസിലുള്ള എല്ലാ ഫോൺസും വെച്ച് നിങ്ങൾക്ക് സ്പേഷ്യൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. അത് കാണണമെങ്കിൽ ആപ്പിളിന്റെ വിഷൻ പ്രോ തന്നെ വാങ്ങേണ്ടി വരും. ഇനി അങ്ങോട്ട് ഐഫോൺസിൽ പോർട്സ് ആൻഡ് ബട്ടൺസ് ഒന്നും ഉണ്ടാവില്ല. ഭാവിയിൽ വരാൻ പോകുന്ന ഐഫോണുകൾ പോർട്ട്ലെസ് ആൻഡ് ബട്ടൺലെസ് ഐഫോൺസ് ആയിരിക്കും എന്നൊക്കെ ആയിരുന്നു മുറവിളി. എന്നാൽ സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ്. ഇത് കണ്ടോ, 4 ഫോൺസിന്റെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് ഒരു എക്സ്ട്രാ ബട്ടൺ ഉണ്ട്. ലീക്സ് അനുസരിച്ച് ഇതാണ് ക്യാപ്ചർ ബട്ടൺ. എന്ന് വെച്ചാൽ ഇങ്ങനെ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് ഫോട്ടോസും വീഡിയോസ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയുള്ള ഷോർട്ട് കട്ട് ബട്ടൺ ആണ്. ആക്ച്വലി ബാക്കി എല്ലാ ബട്ടൺസ് എനിക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഈ ബട്ടൺ മാത്രം ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. സോ ക്ലിക്കബിൾ ബട്ടൺ ആണോ അതോ കപ്പാസിറ്റീവ് ബട്ടൺ ആണോ? കപ്പാസിറ്റീവ് ബട്ടൺ ആണെങ്കിൽ എൻ്റെ അർത്ഥം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വൈപ്പ് ചെയ്യുമ്പോൾ സൂം ഇൻ സൂം ഔട്ട് ഒക്കെ ചെയ്യാൻ പറ്റണം. പിന്നെ കഴിഞ്ഞ വർഷം വന്നതുപോലെ ഇത്തവണയും പ്രോ സീരീസിൽ ടൈറ്റാനിയം ഫ്രെയിം ആയിരിക്കും. അതുപോലെ തന്നെ നോൺ പ്രോ സീരീസിൽ അലൂമിനിയമിന്റെ ഫ്രെയിം ആണ് വരാൻ പോകുന്നത്. ഈ 4 ഫോൺസിന്റെ ബാക്കിൽ മാറ്റ് ഫിനിഷ് ഉള്ള ഗ്ലാസ് ഉണ്ടാവും. പിന്നെ നോൺ പ്രോ വേരിയൻസിൽ അറിയാലോ, മഴ വെല്ലുന്ന തരത്തിലുള്ള കളർ ഓപ്ഷൻസ് എന്തായാലും ആപ്പിൾ തരും. പിന്നെ പ്രോയിലും പ്രോ മാക്സിലും ഒരു പുതിയ യെല്ലോ ഗോൾഡ് അല്ലെങ്കിൽ റോസ് ഗോൾഡ് കളർ ഓപ്ഷൻ വരുമെന്ന് ലീക്സ് ആൻഡ് റൂമേഴ്സ് പറയുന്നുണ്ട്. പിന്നെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, കണ്ടില്ലേ, നോൺ പ്രോ വേരിയൻസ് ആയ 16ഉം 16 പ്ലസിലും ഈ കാണുന്ന ആക്ഷൻ ബട്ടൺ ഉണ്ടാവും. സോ RIP അലേർട്ട് സ്ലൈഡർ. ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, ഐഫോൺ 16 പ്രോ മാക്സിന്റെ സൈസ് ഐഫോൺ 15 പ്രോ മാക്സിനേക്കാളും പൊടിക്ക് കൂടുതലാണ്. കാരണം ഈ ഐഫോൺ 16 പ്രോയുടെ ഡിസ്പ്ലേയുടെ സൈസ് 6.1 ഇഞ്ചിൽ നിന്ന് 6.3 ഇഞ്ചിലേക്കും ഈ 16 പ്രോ മാക്സിന്റെ ഡിസ്പ്ലേയുടെ സൈസ് 6.7 ഇഞ്ചിൽ നിന്ന് 6.9 ഇഞ്ചിലേക്ക് മാറാൻ പോവുകയാണ്. ഇനി മിക്കവാറും S25 അൾട്രയിൽ 7 ഇഞ്ചിന്റെ ഡിസ്പ്ലേ വരാനുള്ള ചാൻസ് ഉണ്ട്. ഐഫോൺ 15 പ്രോ ആൻഡ് പ്രോ മാക്സിന്റെ ഡിസ്പ്ലേ ഓൾറെഡി ഭയങ്കര ബ്രൈറ്റ് ഡിസ്പ്ലേസ് ആയിരുന്നു. എന്നാൽ ഇത്തവണ 16 പ്രോയിലും 16 പ്രോ മാക്സിൽ സാംസങ്ങിന്റെ ലേറ്റസ്റ്റ് M14 പാനലാണ് വരാൻ പോകുന്നത്. അതിന്റെ അർത്ഥം ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് ഇനിയും കൂടും. എന്നാൽ പവർ കൺസംഷൻ അല്ലെങ്കിൽ ബാറ്ററി കൺസംഷൻ കുറവായിരിക്കും. ഈ ഐഫോൺ 15 പ്രോ ആൻഡ് പ്രോ മാക്സിന്റെ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ബെസൽസ് കണ്ടില്ലേ, നല്ല സ്ലിം ബെസൽസ് ആണ്. ആ ബെസൽസിന്റെ സൈസ് ഇനിയും കുറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആസ് പെർ ലീക്സ് ആൻഡ് റൂമേഴ്സ് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഐഫോൺസിൽ മിക്കവാറും ബെസൽ-ലെസ് ഡിസ്പ്ലേ വരാനുള്ള സാധ്യതയുണ്ട്. ഇല്ല, നോൺ പ്രോ വേരിയൻസിന്റെ ഡിസ്പ്ലേയിൽ ഒരു അപ്ഗ്രേഡ് വരാൻ പോകുന്നില്ല. ഓക്കെ, സെയിം സൈസ് ആയിരിക്കും, സെയിം ഡിസ്പ്ലേ ആണ് വരാൻ പോകുന്നത്. ഇത്തവണയും 60 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആണ് 16ലും 16 പ്ലസിലും വരാൻ പോകുന്നു. ഓക്കെ, ആസ് പെർ ലീക്സ് ആൻഡ് റൂമേഴ്സ് വരാൻ പോകുന്ന 17 പ്ലസിൽ കൂടിയ റിഫ്രഷ് റേറ്റ് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് കൂടിയ റിഫ്രഷ് റേറ്റ് വേണമെങ്കിൽ 17 സീരീസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈ 16 പ്രോയുടെ മോഡലിന്റെ ഈ സംഭവം കണ്ടോ, ടെലിഫോട്ടോ ക്യാമറ. ഈ ടെലിഫോട്ടോ ക്യാമറയിലും ഇംപ്രൂവ്മെന്റ് വരും. അതായത് നമ്മുടെ ഐഫോൺ 15 പ്രോ മാക്സിൽ ഉണ്ടായിരുന്ന 5x ഉണ്ടല്ലോ, എക്സാക്ട്ലി അതേ സൂം ഇത്തവണ 16 പ്രോയിലും വരും. അതിനോടൊപ്പം തന്നെ ഈ 2 ഫോൺസിലുള്ള അൾട്രാവൈഡ് ക്യാമറ 12 മെഗാ പിക്സലിൽ നിന്ന് 48 മെഗാ പിക്സലിലേക്ക് മാറ്റും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലീക്സ് ആൻഡ് റൂമറും വന്നിട്ടുണ്ട്. പിന്നെ ഈ 2 ഫോൺസിന്റെ മെയിൻ ക്യാമറയുടെ സെൻസർ ഉണ്ടല്ലോ, അതിന്റെ സൈസും കൂട്ടുമെന്ന് പറയുന്നുണ്ട്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. 27 വാട്ടിന്റെ ചാർജിങ്ങിന് പകരം ഇത്തവണ അറ്റ്ലീസ്റ്റ് പ്രോ വേരിയൻസിലെങ്കിലും 40 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ടാവുമെന്നാണ് ലീക്സ് ആൻഡ് റൂമേഴ്സ്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഐഫോൺ 15 പ്ലസ് ശരിക്കും ഒരു ബാറ്ററി കിങ് ആയിരുന്നു. അതായത് അതിന്റെ ബാറ്ററി ബാക്കപ്പ് കണ്ടിട്ട് മാത്രം പല ആളുകൾ, ഞാൻ അറിയുന്ന പല ആളുകൾ ഐഫോൺ 15 പ്രോ എടുക്കാതെ പ്രോ പ്ലസ് എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ആപ്പിളിന് ഈ ഒരു കാര്യം സഹിച്ചില്ല. ഇത്തവണ വരാൻ പോകുന്ന 4 ഫോൺസിൽ 3 എണ്ണത്തിന്റെയും ബാറ്ററി ബാക്കപ്പ് കൂട്ടുന്നുണ്ട്. എന്നാൽ 16 പ്ലസിന്റെ ബാറ്ററി ബാക്കപ്പ് ആപ്പിൾ കുറയ്ക്കാൻ പോവാണ്, അതും 10%.
ഒരു നല്ല കാര്യം എന്തായാലും ആപ്പിൾ ചെയ്യുന്നുണ്ട്. ബേസ് മോഡൽ, അതായത് ഈ 4 ഫോൺസിന്റെയും ബേസ് മോഡൽ സ്റ്റാർട്ടിംഗ് 256 GB ആയിരിക്കും, അതായത് 8 GB 256 GB. സോ ഫൈനലി നമുക്ക് 128 GB വിട പറയാം. 2000 GB, അതായത് 2 TB സ്റ്റോറേജ് ഓപ്ഷനുള്ള iPhone 16 Pro and Pro Max വരുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അങ്ങോട്ട് കിഡ്നിയിലൊന്നും ഒതുക്കാൻ പറ്റൂല. മിക്കവാറും വീടിൻ്റെ ആധാരം പണയം വെക്കേണ്ടി വരും. കഴിഞ്ഞ 2 വർഷമായിട്ട് ആപ്പിൾ അവരുടെ നോൺ പ്രോ വേരിയൻറ്റിൽ പഴയ ചിപ്സെറ്റും പ്രോ വേരിയൻസ് ലേറ്റസ്റ്റ് ചിപ്സെറ്റാണ് തരുന്നത്. എന്നാൽ ഇത്തവണ 4 ഫോൺസിലും A18 ചിപ്സെറ്റ് ആയിരിക്കും. പക്ഷേ യെസ്, പ്രോ വേരിയൻസിൽ അത് A18 Pro ആയിരിക്കും, നോൺ പ്രോയിൽ സാധാ A18 ആയിരിക്കും. എനിക്ക് തോന്നുന്നത് ഈ ഒരു A18 ഉണ്ടല്ലോ, ഇത് ബേസിക്കലി കഴിഞ്ഞ വർഷം വന്ന A17 Pro ആയിരിക്കും. ഞാൻ ഓൾമോസ്റ്റ് ഷുവറാണ്. എക്സാക്ട് പ്രൈസ് എന്തായാലും ഇപ്പോൾ പറയാൻ പറ്റൂല, അത് ലോഞ്ചിന് ശേഷം മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ലേറ്റസ്റ്റ് ന്യൂസ് അനുസരിച്ച് 16 Pro and Pro Maxന്റെ മാനുഫാക്ചറിങ്ങും ഇന്ത്യയിൽ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് കാരണം പ്രൈസിൽ കുറയ്ക്കൽ അല്ലെങ്കിൽ റിഡക്ഷൻ ഒന്നും പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾ iPhone 16 സീരീസിലുള്ള ഏതെങ്കിലും ഫോൺ വാങ്ങാനിരിക്കുകയാണോ? ഏത് ഫോണാണ്? 16 ആണോ, പ്ലസ് ആണോ, പ്രോ ആണോ, പ്രോ മാക്സ് ആണോ? താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ Tech സൈനിങ് ഓഫ്. ഗുഡ് ബൈ.